ബ്രണ്ണൻ കോളേജ് പരാമർശത്തിൽ എ കെ ബാലന് മറുപടിയുമായി കെ സുധാകരൻ. വായിലൂടെ വിസർജിക്കുന്ന ജീവിയായി എ കെ ബാലൻ മാറിയെന്ന് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിണറായിയുടെ പ്രീതി പിടിച്ചുപറ്റി എന്തെങ്കിലും സ്ഥാനം കിട്ടുമോ എന്നാണ് ബാലൻ നോക്കുന്നതെന്നും സുധാകരൻ തുറന്നടിച്ചു. പാൻഡൂരി സുധാകരനെ ബ്രണ്ണൻ കോളേജിൽ നടത്തിച്ചിരുന്നുവെന്ന എ കെ ബാലന്റെ പരാമർശത്തിനാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള മറുപടി. നിഖിൽ അളവൂരാണ് ചേരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ, എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് ഇരുവരും നടത്തുന്നത്. എ കെ ബാലന് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ കെ സുധാകരൻ മറുപടി നൽകിയിരിക്കുന്നത്. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റ്? തീർച്ചയായും സ്വാതി, കഴിഞ്ഞ ദിവസം എ കെ ബാലൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചില ഓർമ്മക്കുറിപ്പുകൾ പങ്കുവച്ചത്. ആ ഓർമ്മക്കുറിപ്പിൽ കെ സുധാകരനെയും ബ്രണ്ണൻ കോളേജ് കാലത്തെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. അതിലെ ചില പരാമർശങ്ങളാണ് ഏതായാലും ഇപ്പോൾ കെ സുധാകരനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിരൂക്ഷമായ വിമർശനങ്ങളും പരാമർശങ്ങളുമാണ് ഏതായാലും കെ സുധാകരൻ എ കെ ബാലനെതിരെ നടത്തുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്നുള്ളതാണ്. വായിലൂടെ വിസർജിക്കുന്ന ജീവിയായി മുൻമന്ത്രി എ കെ ബാലൻ മാറിയത് ദയനീയ കാഴ്ചയാണെന്നാണ് കെ സുധാകരൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. CPIMന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതിന്റെ പേരിൽ നായ മോങ്ങുന്നത് പോലെ ബാലൻ മോങ്ങി. ആ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ് എന്ന ഒരു പരാമർശം കെ സുധാകരൻ നടത്തുന്നു. ഒപ്പം പിണറായി വിജയന്റെ പ്രീതി പിടിച്ചു പറ്റി വീണ്ടും എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി എ കെ ബാലൻ നടത്തുന്ന പെടാപ്പാട് ഒരു പഴയകാല സുഹൃത്തെന്ന നിലയിൽ ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ ആ സ്ഥാനമോഹം കെ സുധാകരന്റെ ചിലവിൽ വേണ്ട എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് കെ സുധാകരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റൊരു കാര്യമായി പറയുന്നത്. ഒപ്പം തന്നെ ഈ ബ്രണ്ണൻ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്റെ നിഴലിന് നേരെ നിൽക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളുകളായിരുന്നു പിണറായി വിജയനും എ കെ ബാലനും എന്നാണ് കെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അന്നത്തെ KS നേതാക്കളുടെയോ കെ സുധാകരന്റെയോ നിഴലിൽ പോലും നേർക്കുനേർ നിൽക്കാനുള്ള ധൈര്യം വിജയനോ ബാലനോ അവരുടെ കൂട്ടുകക്ഷികൾക്കോ ഉണ്ടായിരുന്നില്ല എന്നത് ബ്രണ്ണൻ കോളേജിന്റെ ചരിത്രമാണ് എന്നാണ് കെ സുധാകരൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്ന സമയത്ത് കെ സുധാകരൻ പറയുന്ന മറ്റൊരു കാര്യം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിണറായി വിജയൻ അത് പറയട്ടെ, അപ്പോൾ താൻ കൃത്യമായി മറുപടി പറയാം. ഒപ്പം എ കെ ബാലനോട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, യജമാനു വേണ്ടി വഴിയിൽ നിന്ന് കുരയ്ക്കുന്ന അടിമ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമ്പോൾ മാറിക്കിടന്ന് ഉറങ്ങിക്കോളും എന്ന തരത്തിലുള്ള അതിരൂക്ഷമായ വിമർശനവും മറുപടിയുമാണ് കെ സുധാകരൻ ഈ വിഷയത്തിൽ എ കെ ബാലന് നൽകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയുന്നത് പോലെ ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ ബ്രണ്ണൻ കോളേജുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. നേരത്തെ കെ സുധാകരനെതിരെ ബ്രണ്ണൻ കോളേജുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളുണ്ട്. ഈ മുഖ്യമന്ത്രിക്കും കെ സുധാകരനും ഒപ്പം ബ്രണ്ണൻ കോളേജിൽ ഉണ്ടായിരുന്ന എ കെ ബാലൻ നടത്തിയ പരാമർശങ്ങളുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ബ്രണ്ണൻ കോളേജ് കേന്ദ്രീകരിച്ച് വീണ്ടും ഒരു വാക്പോരിലേക്ക് കെ സുധാകരനും CPIM നേതാക്കൾ പ്രത്യേകിച്ചും എ കെ ബാലനും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശരി നിഖിൽ, വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണം തന്നെയാണ് എ കെ ബാലനും കെ സുധാകരനും ഇപ്പോൾ നടക്കുന്നത്. ബ്രണ്ണൻ കോളേജ് പരാമർശത്തിൽ ഇപ്പോൾ എ കെ ബാലന് മറുപടിയുമായി കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരിക്കുകയാണ്.